ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പെട്ടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ അങ്ങേ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കരഞ്ഞു തളർന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷയും നൽകുന്ന കർത്താവായ ദൈവമേ, സാധ്യതകളുടെ സന്നിധാനമായി പ്രപഞ്ചത്തിൽ നിന്ന് അങ്ങാകുന്ന സാധ്യത തിരഞ്ഞെടുക്കാൻ, അങ്ങയിലേക്ക് വളരുന്നവരാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. മാലാഖമാർക്കും ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും അങ്ങയുടെ ദർശനം സ്വന്തമാക്കാനായി സാധിച്ചതുപോലെ ഞങ്ങൾക്കും ഈ തിരുവചന ധ്യാനത്തിലൂടെ അങ്ങയുടെ സന്തോഷവും അങ്ങയുടെ സമൃദ്ധിയും അങ്ങയുടെ പുഞ്ചിരിയും സ്വന്തമാക്കാൻ ഇട നൽകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2, 15 മുതലുള്ള തിരുവചനങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവങ്ങൾ നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആട്ടിടയന്മാർ തിരിച്ചുപോയി. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ ജനനം
സന്തോഷം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ സന്തോഷം നൽകി എന്നുള്ളതാണ് അവിടുത്തെ ജനനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെല്ലാവർക്കും സ്വന്തമാക്കാനായി സാധിച്ചിട്ടുണ്ടോ എന്ന് തിരുവചനത്തിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സാധിച്ചവർക്കും സാധിക്കാതെ പോയവർക്കും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് ധ്യാനപൂർവം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ കാണുകയും കർത്താവിന്റെ സന്തോഷവും സ്വന്തമാക്കുകയും ചെയ്ത ഒരു ഗ്രൂപ്പായിട്ടാണ് ആട്ടിടയന്മാര് ഇന്നത്തെ ലൂക്കാ സുവിശേഷകൻ നമ്മളോട് പറയുന്നത്. ഇനി ഈശോയെ കാണാതെ പോയ ഒരു ഗ്രൂപ്പായിട്ട് ആ സത്രമുടമയും അവരോട് ചേർന്നുള്ള ഹെറോദേസിന്റെ ഒക്കെ ആ ഒരു രാജകൊട്ടാരത്തിലുള്ളവരെയും കുറിച്ച് പറയുന്നു. നമുക്കിന്ന് യഥാർത്ഥത്തിലുള്ള സന്തോഷവും യഥാർത്ഥത്തിലുള്ള സമാധാനവും പ്രത്യാശയില്ലാത്ത സമയത്ത് പ്രത്യാശയും നൽകാൻ ദൈവത്തിന്റെ ഈ ഒരു അനുഗ്രഹം സ്വന്തമാക്കാനായിട്ട്, ഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതം സ്വന്തമാക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ തിരുവചന ധ്യാനത്തിലൂടെ വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സത്രമുടമയുടെ ജീവിതത്തിലെ പറ്റിയ ഏറ്റവും വലിയ പരിക്ക് എന്നുള്ളത് സാധ്യതകളുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ചൈതന്യം കണ്ടെത്തിയെടുക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതായിരുന്നു ഈ പാവപ്പെട്ട സത്രമുടമയ്ക്ക് പറ്റിയ പരിക്ക്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഈ സത്രമുടമ അത്ര വലിയ ഒരു തെറ്റുകാരനൊന്നുമല്ല. കാരണം സത്രത്തിൽ സ്ഥലമില്ല എന്നുള്ളത് അത് യഥാർത്ഥത്തിലുള്ള കാര്യമായിരുന്നു. സത്രത്തില് സത്യമായിട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ മുഴുവൻ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സത്രമുടമയെ ഇത്രയും മോശപ്പെട്ട ഒരാളായിട്ടും അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം സത്രമുടമയ്ക്ക് കിട്ടാതെ പോവുകയും ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരി, പക്ഷേ ഈ സത്രമുടമ സൂക്ഷിച്ച് ഈ മറിയത്തെയും വിശുദ്ധ യൗസേ പിതാവിനെയും നോക്കിയിരുന്നെങ്കിൽ സത്രമുടമ എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലം ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമായിരുന്നു. സൂക്ഷിച്ച് ഈ സാധ്യതയുടെ സന്നിധാനത്തിലേക്ക് നോക്കിയില്ല എന്നുള്ളതാണ് ഈ സത്രമുടമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരിക്ക്. നോക്കി, നമ്മുടെ കയ്യിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വരുന്നവർ വന്ന് പറയാണ്, അച്ഛാ 5 ലക്ഷം രൂപയുടെ ലോട്ടറിയാ, വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ പുച്ഛത്തിൽ തള്ളിക്കളയാ, വേണ്ട എന്ന് പറഞ്ഞു വിടുക. പിറ്റത്തെ ദിവസം നമ്മൾ പത്രം വായിക്കുന്ന സമയത്താണ് കാണുന്നത് ഇന്നലെ നമ്മൾക്ക് നീട്ടിയ ആ ലോട്ടറി ടിക്കറ്റിനാണ് ഈ പറയുന്ന 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് അടിച്ചതെന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു സങ്കടം. എനിക്ക് തോന്നുന്നു ഈ സത്രമുടമ ഈ ഒരു സങ്കടം അനുഭവിച്ച മനുഷ്യനായിരിക്കാം. കാരണം ഈ സത്രത്തിൽ നിന്ന് പടിയിറക്കിപ്പോയ മനുഷ്യനാണ് പിന്നീട് ലോകത്തിന്റെ ഗതി നിർണയിച്ചത് എന്ന് സത്രമുടമ അറിയുമ്പോൾ ആലോചിക്കായിരുന്നു, അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, സത്രത്തിൽ ഒരു അല്പ സ്ഥലം കൊടുക്കാറില്ല. പക്ഷെ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് സത്രമുടമ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സ്ഥലം ഒരുക്കിയിട്ട് അവിടെ സ്ഥലം കൊടുക്കുമായിരുന്നില്ലേ. പക്ഷെ ആ വേണ്ട രീതിയിലുള്ള നോട്ടം റെഡിയായില്ല, സാധ്യതകൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്രമുടമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരിക്ക്. ഇനി ആ ആട്ടിടയർക്ക് പറ്റിയ ഏറ്റവും വലിയ കൃപ എന്താ? അവര് ഈ സാധ്യതകളുടെ സൂര്യനായ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കാണുകയും യഥാർത്ഥത്തിൽ നോക്കുകയും ചെയ്തു എന്നുള്ളതാ. യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴെന്താ, വേണമെങ്കിൽ ഈ ആട്ടിടയർക്കൊക്കെ നിഷ്പ്രയാസം ആ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ഈശോയെ കാണാൻ അവർക്ക് പോകേണ്ടതില്ല. രക്ഷൻ പിറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ആട്ടിടയർക്ക് പറയായിരുന്നു, ദേ ജോലി ചെയ്ത് ക്ഷീണിച്ചവരെ ഞങ്ങള് പകല് മുഴുവൻ പണിയെടുത്ത് ആ ആടുകളെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ചൊക്കെ നടന്ന് ഞങ്ങൾ കുറച്ചു നേരം മയങ്ങട്ടെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഈ ആട്ടിടയർക്ക് തടിതപ്പായിരുന്നു. പക്ഷെ ആ രാത്രിയിലാണ് രക്ഷകൻ ജനിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ സാധ്യതകൾ തേടിയിട്ട് അവരെങ്ങനെ പോയി എന്ന് തിരുവചനം പറയാം. ഈ സാധ്യതകൾ തേടി പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുക, പ്രവചനങ്ങളുടെ പുണ്യസൂര്യനായ ക്രിസ്തുവിനെ അവര് കണ്ടെത്തുകയും ക്രിസ്തുവിന്റെ ചൈതന്യം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളത് ഈ തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നോക്കുന്നത് സാധ്യതകളുടെ സന്നിധാനത്തിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള കൃപ സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ നോട്ടത്തെ കുറേം കൂടി ഒന്ന് ഗൗരവമായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ചൈതന്യം നമുക്ക് കിട്ടുള്ളൂ എന്ന്. ക്രിസ്തുമസ് ദിനത്തില് ഞങ്ങളുടെ ഇടവകയിലുള്ള ചെറിയ മക്കൾ, തിരുബാലസഖ്യത്തിലെ മക്കളുടെ പാട്ട് പാടിയത് ഇങ്ങനെ ഓർക്കാം. എന്റെ മാത്രം ഉണ്ണീശോയേ, എന്റെ നോട്ടം നിന്നിൽ മാത്രം, എന്റെ മാത്രം ഉണ്ണീശോയേ, എന്റെ നോട്ടം നിന്നിൽ മാത്രം. തൂമഞ്ഞു പെയ്യും രാവിൽ നീ
വന്നുദിച്ചു പൊൻ പൈതലായി. മക്കള് പറയായിരുന്നു, എന്റെ മാത്രം ഉണ്ണീശോയെ നിന്നെ മാത്രം ഞങ്ങൾ നോക്കി ഈ ഒരു വർഷം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചെറിയ നിഷ്കളങ്ക ബാല്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സ്നേഹമുള്ള ഒരു പുരോഹിതനായി ഞാൻ ഇങ്ങനെ ഈശോയെ നോക്കിയിട്ട് പറയാ, ഈശോയെ ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ തന്നെയാണ് നോക്കുന്നത്. ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ സംശയം, ഈശോയെ നോക്കുന്നുണ്ട് പക്ഷെ അവനെ യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ശിഷ്യന്മാര് ഈ ആട്ടിടയര് പറയുന്നത് ഇങ്ങനെയാണ്, ആ സത്രത്തിലുള്ള ഈശോയെ, ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോയെ നേരിട്ട് കാണാനും നേരിട്ട് സ്വന്തമാക്കാനും പറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ മാറ്റം സംഭവിച്ചു എന്ന് തിരുവചനം. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഒക്കെ നമ്മളെ ധ്യാനിച്ച ഒരു വിഷയമൊക്കെ തന്നെയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ 34 നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ നോക്കിയവര് പ്രകാശിതരായി എന്ന്. കർത്താവിനെ ആരൊക്കെ നോക്കുന്നോ സ്നേഹമുള്ളവരെ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രകാശം വന്ന് അവരുടെ ജീവിതത്തെ കീഴ്മയിൽ മാറിയണതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലരുടെ മുഖത്തൊക്കെ ഇങ്ങനെ സൂര്യന്റെ ശോഭ പോലെയൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട്. എങ്ങനെയാ അവർക്ക് ഇത്രയും പ്രകാശം കിട്ടുന്നേ? ഒരിക്കലും അത് അവരുടെ കഴിവല്ല സ്നേഹമുള്ളവരെ, മറിച്ചാരാ അവര് നോക്കുന്നത് മുഴുവൻ ഈ പ്രഭാത സൂര്യനായ, പ്രഭാതത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ക്രിസ്തു എന്ന് പറയുന്ന പൂർണ്ണ സൂര്യനെ ഇങ്ങനെ നോക്കുന്നവരാ. ആ ക്രിസ്തുവിനെ നോക്കുന്നവര് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ പ്രകാശത്തിന്റെ കിരണങ്ങൾ കൊണ്ട് നിറയാ. സത്രമുടമ അവരെ നോക്കിയില്ല, പരിശുദ്ധ മറിയത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞുവാവയെ നോക്കിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സത്രമുടമയ്ക്ക് എന്നും നിരാശയുടെ ഒരു ലോകത്തിലേക്ക് പോവാം. ഹെറോദസ് രാജാവ് ആ ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവനെ കണ്ട് ആരാധിച്ചു വാ, തിരിച്ചു വന്നിട്ട് എന്നോട് പറയണം എനിക്ക് പോയിട്ട് അവനെ പോയി കാണാനുള്ളതാ എന്നിങ്ങനെ പറയാം. പക്ഷെ ഹെറോദസിന് അന്ന് ആ ജ്ഞാനികളുടെ കൂടെ ഇറങ്ങിപ്പോയാ മതിയായിരുന്നില്ലേ? ജ്ഞാനികളുടെ കൂടെ ഈ പാവം ഹെറോദസിന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ, ആ പുണ്യസൂര്യനെ കണ്ടിരുന്നെങ്കിൽ ഈ ഹെറോദസിന്റെ ചരിത്രം എത്ര മാറിപ്പോയേനെ. ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കാണാതെ, പക്ഷെ ക്രിസ്തു ഹെറോദസിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു രാജാവിന്റെ എന്തൊക്കെ ചൈതന്യാന്നുള്ളത് മുഴുവൻ കാണിച്ചു കൊടുത്തേനെ. അത് കിട്ടാതെ പോയത് ഒരു സാധ്യതകളെ തിരിച്ചറിയാതെ പോയതിനെ കുറിച്ച്. ഈ മുൻപിലുള്ള സാധ്യതകളെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം എന്നുള്ളതാണ് ഈ തിരുവചനത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈശോയെ നോക്കി ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? ആ സക്കേവൂസിന്റെ സംഭവമൊക്കെ പലവരും നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാ. സക്കേവൂസ് അത്ര നാളും നോക്കിയിരുന്നത് ആ നാട്ടിലുള്ള ആൾക്കാരുടെ പോക്കറ്റിലേക്കും മറ്റുള്ളവരുടെ ഉള്ളിലേക്കും മാത്രം നോക്കി നടക്കേവൂസാ. ഒരു ദിവസം അവൻ എന്ത് ചെയ്യുക? സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അവൻ ഈശോയെ നോക്കി എന്ന് തിരുവചനം പറയാ. ഒരു ദിവസം അവൻ നോക്കണത് എന്തുകൊണ്ടാ? കാരണം ബാക്കിയുള്ളവർക്ക് നോക്കിയിട്ടൊന്നും അവന്റെ ജീവിതത്തിന് ഒരു രക്ഷ സംഭവിക്കുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലെയുള്ള ഒരു സങ്കടകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവാ. ഈ വചനം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം അങ്ങനെയല്ലേ? എല്ലാം ഉണ്ട് നമുക്ക്. ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നല്ലതാ, പക്ഷെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യത. ആരെ ഈ വചനം കേൾക്കുന്നവർ അങ്ങനെ ഇല്ലാത്തവര്? എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നല്ലതാ, നല്ല മാതാപിതാക്കള്, നല്ല മക്കള്, നല്ല കുടുംബാന്തരീക്ഷം ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യത എങ്ങനെയാ രൂപപ്പെടുന്നത്? അത് ക്രിസ്തുവിനെ നോക്കാതെ നമ്മൾ ജീവിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ശൂന്യതയാ. ക്രിസ്തുവിനെ നോക്കാതെ സ്നേഹമുള്ളവരെ വേറെ എവിടേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ there is no use. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ട്. ഇടവകകളിലൊക്കെ ശക്തമായിട്ട് കാര്യങ്ങൾ, പള്ളിപ്പണിയുടെ മേഖലകളിൽ, മറ്റ് കോർഡിനേഷന്റെ മേഖലകളിൽ എല്ലാം അച്ഛൻ ക്ലിയറാ. പക്ഷെ കർത്താവിനെ നോക്കുന്നതിൽ അച്ഛൻ എവിടേക്കോ പരാജയപ്പെടുക. എല്ലാം ഉണ്ട്, പ്രസംഗം പോലും ഏറ്റവും നന്നായിട്ട് പറയണ പുരോഹിതന, പക്ഷെ ക്രിസ്തുവിനെ നോക്കിയിട്ടല്ല എന്ന് മാത്രം. അച്ഛന്റെ കഴിവും അച്ഛന്റെ പ്രാഗൽഭ്യവും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ കോർഡിനേഷനും കാര്യങ്ങളുള്ള രീതിയിൽ മണിമാളിക പോലെയുള്ള ഏറ്റവും കൊട്ടാര സദൃശ്യമുള്ള 15-20 കോടി രൂപയുടെയൊക്കെ ഏറ്റവും വലിയ ദേവാലയങ്ങൾ നിർമ്മിക്കുക. പക്ഷെ ഇതൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടും അച്ഛൻ അവസാനം പറയാ, ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത. അത് അവസാനം തിരിച്ചറിയാ, ഈശോയിലേക്ക് നോക്കാതെ കിട്ടുന്ന ശൂന്യത. ഈശോയിലേക്ക് നോക്കാതിരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയുടെ പേരാണ് സ്നേഹമുള്ളവരെ ഇത്രയും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കാര്യം. ഈ വചനം കേൾക്കുന്നവര് നമുക്ക് ഇന്ന് മുതൽ ഈ ഒരു പുതിയൊരു വർഷത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഈ ഒരു മാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് കുറച്ചു നേരം ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിലേക്ക് നോക്കുന്നവരാകണം. ഈശോനെ കുറച്ചു നേരം ഇങ്ങനെ ഒരു സ്നേഹാദരവുകളോടുകൂടെ സ്നേഹമുള്ളവരെ നോക്കി തുടങ്ങി. ആ നോട്ടം തന്നെ മതി ആ ജീവിതത്തെ മുഴുവൻ ഇങ്ങനെ ഒന്ന് ക്രമീകരിക്കാനായിട്ട്, ഏറ്റവും ചൈതന്യമുള്ളതായിട്ട് തീരാനായിട്ട്. ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളെ ഇങ്ങനെ ഓർക്കാം. ഒരു 50-60 വർഷം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച് ഇവരോട് ചോദിച്ച്, അവരിങ്ങനെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇത്രയും വർഷം ഇത്രയും സംഘർഷഭരിതമായ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെയൊക്കെ പോകുന്നത്? എനിക്കറിയാം അത്രയും ബുദ്ധിമുട്ടുള്ളതാ. ഈ ഒരു ദാമ്പത്യത്തിലൊക്കെ ഓരോ വർഷവും ഇങ്ങനെ മുന്നേറുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കാണണം എന്നുള്ളത് പറയാണ്. അത്രയും ഡൈവേഴ്സ് കേസുകൾ കേരളത്തിലൊക്കെ സംജാതമായിക്കൊണ്ടിരിക്കുക.
2 മാസം ഒരുമിച്ച് ജീവിച്ചവര്, 5 മാസം ജീവിച്ചവര് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുക. പഠനമുണ്ട്, പ്രാർത്ഥന ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലുള്ളവരാ. പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ കുറവുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാ, ഈ 60 വർഷം ഒരുമിച്ച് ജീവിച്ചവരെ കുറിച്ച് പറയാ, അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അവർ പറയാം, ഞങ്ങൾ ഒരുമിച്ച് നോക്കിയിരുന്നത് ക്രിസ്തുവിലേക്കോ, എന്റെ ജീവിത പങ്കാളി ഞാനും നോക്കിയിരുന്നത് ക്രിസ്തുവിലേക്ക് നോക്കായിരുന്നു എന്നിങ്ങനെ പറയാം. എന്നിട്ട് അതിലെ അപ്പച്ചൻ, പ്രായമായിട്ടുള്ള അപ്പച്ചൻ പറയാം, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു പ്രാർത്ഥന ഉണ്ടച്ചാന്ന് പറയാ. CLC പ്രയറിൽ ഞാൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെ ഓർക്കുക, എന്റെ കണ്ണുകൾ ക്രിസ്തുവിനെ നോക്കുന്നു എന്നൊരു കാര്യം. ക്രിസ്തുവിന് ഇനി എന്റെ കണ്ണുകൾ അല്ലാതെ വേറെ കണ്ണുകളില്ല എന്ന് പറയുന്ന പോലെ ഞാൻ തീരുമാനിക്കുകയാണ്, എന്റെ കണ്ണുകൾ ഈശോയെ മാത്രം നോക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ ആത്മീയതയിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. അതവന്റെ ജീവിതത്തിന്, ആ അപ്പച്ചന്റെ ജീവിതത്തിന് വിജയത്തിന് കാരണമായിട്ട് തീരുക. വിജയം ആഗ്രഹിക്കുന്നവര് കർത്താവിന്റെ സന്നിധാനത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ളത് ഈ തിരുവചനം പറയണ നോക്കി, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും അവർ ചെയ്തു. ആട്ടിടയര് ക്ഷീണത്തോടെ നിന്നവരാ. പക്ഷെ ഈശോയെ കണ്ടതിന് ശേഷം അവരെന്ത് ചെയ്യുക, സ്തുതിപ്പുകളോടെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ അത്രയും ആർത്തിയോടുകൂടെ ഈശോയെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇനി ഈശോ ചെയ്തത് എന്താ? പുലരി നിലാവ് തെളിയുമ്പോൾ അവൻ പോയിട്ട് പിതാവിന്റെ സന്നിധാനത്തിൽ പോയിരുന്ന് എല്ലാ കാര്യത്തിലും അവനൊരു മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. പിതാവായ ദൈവത്തിന്റെ പൂർണ്ണശോഭ സ്വന്തമാക്കിയിട്ടാണ് സ്നേഹിതരെ ക്രിസ്തു ഓരോ ദിവസവും ഓരോ പ്രഭാതവും അവന്റെ ജീവിതത്തിന് കൃപയുള്ളതാക്കിയിട്ട് തീർന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വചനം കേൾക്കുന്ന ആദ്യത്തെ ഒരു ഭാഗം നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, ഞാൻ എൻ്റെ ഈശോയെ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറാൻ പറ്റണം. ആരൊക്കെ ഈശോയിലേക്ക് നോക്കിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ മാത്രമാണ് കൃപ കിട്ടിയതായിട്ട് നമ്മൾ സുവിശേഷം മുഴുവൻ കാണുന്നത്. ഇവന്റെ ജീവിതം എടുത്തേയും വലിയ പരിചിതനായ സെന്റ് പോളിന്റെ ലൈഫൊക്കെ എടുത്തേയും ഗമാലിയേലിന്റെ ശിക്ഷണത്തിലൊക്കെ കഴിഞ്ഞു പോയ ഏറ്റവും നല്ല ഒരു സാവൂള് എല്ലാ കാര്യങ്ങളിലും അത്രയും പക്കയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റോമൻ നിയമങ്ങളും പോലെ യഹൂദരുടെ നിയമങ്ങളും ഒക്കെ അരച്ചു കുടിച്ച മനുഷ്യനാ. പക്ഷെ അവൻ നോക്കിയത് ക്രിസ്തുവിലേക്ക് ആയിരുന്നില്ല. ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന, ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നവരെ വേദനിപ്പിക്കാന്ന് മാത്രമായിരുന്നു ഈ പാവപ്പെട്ട സാവൂളിന്റെ ചിന്ത. അവസാനം എന്ത് ചെയ്യുക, അവന്റെ ആ സാധാരണ കാഴ്ചയെ ഇങ്ങനെ തടസ്സപ്പെടുത്തുക. കുതിരപ്പുറത്ത് നിന്ന് അവനെ തട്ടിയിട്ടിട്ട് പറയാൻ, നീ യഥാർത്ഥത്തിൽ നോക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കർത്താവ് എന്ത് ചെയ്യുക, അവന്റെ കണ്ണുകളിൽ അഞ്ജനം എഴുതുക. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ഒക്കെ അഞ്ജനം അവന്റെ കണ്ണുകളിൽ എഴുതി കഴിഞ്ഞ് പിന്നെ അവൻ ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവന്റെ ജീവിതം മാറി എന്ന് പറയാം. ഇന്നു മുതൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് ഈ കണ്ണുമയൊക്കെ ഒന്ന് കുരിശ് വരച്ചിട്ട് പറയണം, കർത്താവെ ഞാൻ ഇത്ര നാള് കണ്ടത്. ചില മക്കളൊക്കെ ഇങ്ങനെ പറയാം, അച്ഛൻ ഞാൻ ഇന്റർനെറ്റിന്റെ മുമ്പിലിരുന്ന് എൻ്റെ കാഴ്ചശക്തി മുഴുവൻ ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മൊബൈലിൽ വെറുതെ ഇങ്ങനെ മെസ്സേജ് ചെയ്തും ചീത്തയായിട്ടുള്ള രീതിയിലൊക്കെയുള്ള കാഴ്ചകളെ കൊണ്ടൊക്കെ എൻ്റെ മനസ്സ് വൈകൃതമാകുന്ന ഒരു ലോകത്തിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ഇത്. ഈ ഒരു ലോകത്തിൽ തന്നോട് പറയാൻ തെളിച്ചുള്ള ചില കാഴ്ചകൾ എനിക്ക് നൽകിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കാനുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കണം. ഇനി നോക്കിയാൽ മാത്രം പോരാ സ്നേഹിതരെ, ഈ ചില നോട്ടങ്ങൾ എന്താ ചെയ്യുക, ചില സാധ്യതകളാണ്. ചില സാധ്യതകൾ എന്താ, ചില ബാധ്യതകളാണ്. ഈ ബാധ്യതകളെ ഏറ്റെടുക്കാനായിട്ട് പറ്റൂ എന്നുള്ളതാണ് രണ്ടാമത്തെ വിചാരം. ക്രിസ്തുവിനെ നോക്കിയതിന്റെ പേരിൽ മാത്രം സ്നേഹിതരെ ആർക്കും രക്ഷ പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞു, ഇന്ന കാര്യം നീ ചെയ്യണം. അവൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, നീ പോയിട്ട് ആ സീലോഹ കുളത്തിൽ പോയിട്ട് കഴുകിക്കുവാ. യേശു പറഞ്ഞത് അങ്ങനെയാ, നീ എന്നെ നോക്കി എന്നുള്ളത് നേരാ, പക്ഷെ ഇനി നിനക്ക് ചെയ്യാനുള്ള കാര്യം എന്താ, ചില ബാധ്യതകൾ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? സാധ്യതകളുടെ ഉള്ളിലുള്ള ചില ബാധ്യതകൾ കൂടെ നീ ഏറ്റെടുക്കണം. ഇന്ന് നമ്മളെങ്ങനെയാ എല്ലാം ഇങ്ങനെ കൈകെട്ടി നിൽക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും അലസമായ അവസ്ഥകളിലൂടെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളോട് തിരുവചനം പറയാണ്, ചില ബാധ്യതകൾ നീ ഏറ്റെടുക്കുവോ? നോക്കിയതിന് ശേഷം ആ നോട്ടത്തിന്റെ പിന്നിലുള്ള ചില ബാധ്യതകൾ കൂടെ നീ ഏറ്റെടുക്കണം. ഈ സുവിശേഷത്തില് ഈ ആട്ടിടയന്മാരുടെ പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാ. ആട്ടിടയന്മാര് ആ ഈശോയെ കണ്ടു ഉടനെ പോയി കിടന്നുറങ്ങി എന്നല്ല തിരുവചനം പറയണേ. പിന്നെ ആ കാര്യം പോയിട്ട് അവൻ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പ്രഘോഷിച്ചു. ഇങ്ങനെ ഒരു ബത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ ഒരു ഉണ്ണി കിടക്കുന്നുണ്ട്, ജീവിതത്തെ മാറ്റം വരുത്തുന്ന ഒരുവനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാധ്യത അവനിങ്ങനെ ഏറ്റെടുക്കുക. സ്നേഹിതരെ, ചില ബാധ്യതകൾ ഏറ്റെടുക്കാൻ കൂടെ ഈ ഒരു തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാധ്യതകളുടെ ഉള്ളിലുള്ള ചില ബാധ്യതകൾ, ഈ ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴാണ് സ്നേഹിതരെ യഥാർത്ഥത്തിലുള്ള ചൈതന്യം കിട്ടുന്നത്. അങ്ങനെ ഓർക്ക, കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ ഇങ്ങനെ എന്നെ കാണാൻ വരിക, എന്നിട്ട് പറയാ, 31 വർഷത്തിന്റെ ഒരു ബാധ്യത ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിൽ ഞാൻ ജീവിക്കുക എന്ന് പറയാം. 31 വർഷം ഒരു ബാധ്യത ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിൽ ഞാൻ ജീവിക്കുക എന്നിങ്ങനെ പറയാം. സ്നേഹിതരെ, സത്യം പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പച്ചൻ പറയണത് എന്താന്ന്. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറയാം. അപ്പൊ പറഞ്ഞു, അച്ഛൻ വന്നിട്ട് വേറെ ഒന്നും തോന്നരുത് എന്നിങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല അപ്പച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അപ്പച്ചൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് പോകുമ്പോൾ സ്നേഹിതരെ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും സങ്കടകരമായ ഒരു കാഴ്ച ഞാനിങ്ങനെ കാണുക. ഈ അപ്പച്ചൻ്റെ ജീവിത പങ്കാളി 31 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, കല്യാണം കഴിഞ്ഞിട്ട് 31 വർഷമായിട്ടുള്ള ഒരു സ്ത്രീനെ ഞാനിങ്ങനെ കാണാൻ പോവാ. ഒരു അടച്ചിട്ട മുറിയിൽ
അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ലൈറ്റ് ഇല്ലാതെ ഇരുട്ട് മുറിയിൽ ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ ഈ സ്ത്രീ അമ്മച്ചി ഈ ചേച്ചി എന്തെങ്കിലും പറയുമ്പോൾ അച്ഛനൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയാം. അതിന് ശേഷം ഈ അപ്പച്ചൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വാതിൽ തുറക്കുക. ആ വീടിന്റെ വാതിൽ തുറക്കുന്ന സമയത്ത് സ്നേഹമുള്ള നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ അമ്മച്ചി ഇങ്ങനെ ചാടി എഴുന്നിട്ട് പറയാം, ആരാന്ന് വിളിച്ച് ഇങ്ങനെ ചീത്ത ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ചീത്ത വിളിച്ചിട്ട് ഇങ്ങനെ കടന്നു പോവാ, എനിക്ക് ലൈറ്റ് കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഡോറ് തുറന്നു വരുമ്പോഴുള്ള പ്രകാശം പോലും ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ അടച്ചിടുക. പിന്നെ അങ്ങനെ ചീത്തവിളി വാതിലടച്ചിട്ടിട്ട് അപ്പുറത്തെ മുറിയിൽ ഇരുന്നിട്ട് ഈ അപ്പച്ചൻ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയാ, ഇതെന്റെ ബാധ്യതയാ അച്ഛാ, ഇതെന്റെ ബാധ്യതയാ. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിക്കുമ്പോൾ പറയാ, അച്ഛനറിയോ കല്യാണം കഴിഞ്ഞ് മാസങ്ങളാവുമ്പോഴേക്കും ഈ മെന്റലി റിട്ടാർഡഡ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയാം. ഒരു ചെറിയ സൈക്കിക് ഡിസോർഡർ വന്ന് 31 വർഷമായിട്ട് ഞാൻ ഈ ജീവിത പങ്കാളിനെ എടുക്കുക. ഈ 31 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു ബാധ്യതയെ ഞാൻ ഒരിക്കലും അതൊരു ഏറ്റവും മോശമായിട്ടല്ല കണ്ടിട്ടുള്ളത്. അച്ഛൻ ഞാൻ ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാധ്യത ഞാൻ ഏറ്റെടുത്തതാ. അച്ഛനറിയോ ഓരോ ദിവസവും ഭക്ഷണം വെക്കുന്നത് ഞാനാ, ജോലിക്ക് പോകണ ഞാനാ. രാവിലെ 4:30-5 മണി സമയത്ത് ഞാൻ എഴുന്നേൽക്കും. ഈ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ രാവിലേക്ക് വേണ്ടതും ഉച്ചയ്ക്ക് വേണ്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവാ. മെക്കാനിക്കായി ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളെ കുളിപ്പിക്കാനും ഇവൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തു കൊടുക്കുക. ഞാനിങ്ങനെ കുളിപ്പിക്കുമ്പോൾ പോലും ആ വെള്ളം കൊണ്ട് എൻ്റെ മുഖത്തേക്കെറിയണ എൻ്റെ ജീവിത പങ്കാളിയാ. എനിക്കെതിരെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണ കാര്യങ്ങൾക്ക് മുഴുവൻ കുറ്റം പറയണ ഒരു ജീവിത പങ്കാളിയാ. അച്ഛനറിയോ ഈ ഒരു മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാനൊക്കെ എനിക്ക് പാടുള്ളതാ. എന്നിട്ട് ഞാൻ നല്ല ചൂടുചായയൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് കൊണ്ടുകൊടുക്കും. സാധാരണ ഭാര്യമാരെ ഞങ്ങൾക്ക് തരണ്ടേ, പക്ഷെ അച്ഛനറിയോ ഇത്രയും വർഷമായിട്ട് 31 വർഷമായിട്ട് മുടങ്ങാതെ ഇവൾക്ക് ആവശ്യമുള്ളത് കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് രാവിലെ 4-5 മണി സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കട്ടൻ ചായ കൊടുക്കാറുള്ളതാ. പക്ഷെ ഏതെങ്കിലും ദിവസം ചില ദിവസങ്ങൾ അതിൽ അല്പം മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നത് എന്താണെന്ന് അച്ഛൻ അറിയുമെന്ന് ചോദിച്ചിട്ട് ഈ കാണുന്ന ഈ ഗ്ലാസോട് കൂടിയിട്ട് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാന്ന് പറയാ. ഈ മനുഷ്യന്റെ ഈ സൈഡിൽ ഒരു വലിയ പൊട്ടുണ്ട്. ഈ പൊട്ടൽ എന്താന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാ, ഈ ബാധ്യത ഞാൻ ഏറ്റെടുത്തതിന് ദൈവം തന്ന കൃപയാന്ന് പറയാ. ഒരു ബാധ്യത ഏറ്റെടുത്തതിന് കാരണം ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ഗ്ലാസോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞതാ. 31 വർഷത്തിന്റെ ബാധ്യത ഏറ്റെടുത്ത ഒരു മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹത്തെ കാണുമ്പോൾ സ്നേഹമുള്ളവര് ഈ ബാധ്യത ഏറ്റെടുത്തതല്ല നമുക്ക് തോന്നുക. അത്രയും പ്രസരിപ്പോട് കൂടിയിട്ട് അത്രയും ക്രിയാത്മകതയോട് കൂടിയിട്ട് ജീവിക്കുന്ന മനുഷ്യന് ഞാൻ ഈ പരിസരത്ത് ആ ഇടവകയിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഒന്നുമില്ല മനുഷ്യന് സ്വന്തമായിട്ടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അദ്ദേഹം പറയാ, അച്ഛാ ഒരിക്കൽ പോലും ഞാൻ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചൊരു രാത്രി ഞാൻ അന്തി ഉറങ്ങിയിട്ടില്ല. ഒരു പുരുഷന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സന്തോഷവും ഞാൻ അനുഭവിക്കണില്ല. പക്ഷെ ഞാൻ തിരിച്ചറിയണ കാര്യമുണ്ട്, ഈശോയെ പരിശുദ്ധ അമ്മ മേരി ചേർത്ത് പിടിച്ചതുപോലെ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പരിശുദ്ധ അമ്മ അങ്ങനെ ചേർത്ത് പിടിച്ചതുപോലെ, മകനായ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചതാ. പക്ഷെ ഈ 31 വർഷം ചേർത്ത് പിടിച്ചപ്പോ കർത്താവ് എനിക്ക് തന്ന കൃപ എന്താണെന്ന് അറിയാച്ചാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒരു ആത്മീയത ലോകം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു എന്നുള്ളതാ. അച്ഛനറിയാം 31 വർഷം എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ഇറച്ചിയും മീനും ഒക്കെ ഉപേക്ഷിച്ച് ഞാനാ. പക്ഷെ ഈ 31 വർഷം കഴിഞ്ഞിട്ട് ഈ ഇത്ര നാളായിട്ട് ഒരു മരുന്ന് പോലും എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. ഞാൻ നിന്ന് തിരിച്ചറിയണ കാര്യം ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരൊക്കെ ചില ബാധ്യതകൾ ഏറ്റെടുക്കുന്നു അവർക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല അച്ഛാന്ന് പറയാ. 31 വർഷമായിട്ട് ഒരിക്കൽ പോലും ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് പറയാ, ഞാൻ ഇങ്ങനെ ഈ ബാധ്യത ഏറ്റെടുത്തതിന്റെ പേരിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപയാന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഇങ്ങനെ മനസ്സിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില നോട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ബാധ്യതകൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് സ്നേഹമുള്ളവര് ആ ഒരു വലിയ കൃപയുണ്ടാവുള്ളൂ. വീണ്ടും സെന്റ് പോളിനെ ഓർക്കേണ്ടത് നല്ലതാ. സെന്റ് പോള് ഈശോയെ കണ്ടതിന് ശേഷം പിന്നെ വെറുതെ ഇരുന്നു നല്ല പറയണേ. ആരെയൊക്കെ അവൻ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ആൾക്കാരെ പോയിട്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു തീരുമാനം പൗലോസ്ലീഹ എടുക്കുക. അവന്റെ ഓരോ പ്രേക്ഷിത യാത്രയൊക്കെ എടുത്ത് വായിക്കേണ്ടത് നല്ലതാ. പൗലോസ്ലീഹയുടെ ഓരോ പ്രേക്ഷിത യാത്രയിലും അത്രയും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. ഓരോ സമയത്തും ഇങ്ങനെ ഒന്നുകുറിയാതെ 40 തവണ അടികിട്ടി ദിവസങ്ങളും മാസങ്ങൾ ഇങ്ങനെ ആ കപ്പലിൽ ഇങ്ങനെ ഒഴുകി നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രൂപരേഖയും ഇല്ലാത്ത ഒഴുക്കിലൂടെയൊക്കെ ഈ പൗലോസ്ലീഹ പോവാ. കയ്യുമ്മേ ഇങ്ങനെ അണലി കയറുന്നുണ്ട് ഒരിക്കല്. എന്നിട്ടും പറയാ, ദൈവത്തിന് വേണ്ടി ഞാൻ ഈ ബാധ്യത ഏറ്റെടുത്തതാ. ഈ ബാധ്യത ഏറ്റെടുക്കുന്നതിന് അതിനൊരു ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ പൗലോസ്ലീഹ ഇങ്ങനെ നിൽക്കാം. ദിവസങ്ങൾ ആൻഡോ അക്കര എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകം ഇങ്ങനെ വായിക്കുക. കണ്ടമാലിലുള്ള ആ ക്രൈസ്തവരുടെ ചില തിളയ്ക്കുന്ന വിശ്വാസത്തെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു. മറ്റു മതത്തിലുള്ളവർ പറഞ്ഞു, താങ്കൾ ഈ മതം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യം ഫേവർ ചെയ്യാന്ന് പറയാ, അതല്ലെങ്കിൽ തനക്ക് തലയുണ്ടാവില്ല എന്ന് പറയാ. അത് സത്യത്തിൽ അവരതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിലുള്ളവരെ പലരുടെയും ഇങ്ങനെ തല ഇങ്ങനെ ഛേദിച്ച് കളയുക.
തല ഇങ്ങനെ കീഴ്പോട്ടാക്കിയിട്ട് അവിടെ വെച്ച് കുഴിച്ചിടുന്ന രീതിയിൽ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ മരിക്കുന്ന സമയത്ത് ഇവർ പറയാ, ഈ ബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ വഴിത്താര അത്ര എളുപ്പമല്ല. പുഞ്ചിരിയുടെ ഇതല്ല സ്നേഹമുള്ളവരെ. ഒന്ന് തിരിച്ചറിഞ്ഞ്, ക്രിസ്തുവിനെ നോക്കുന്നവർക്കൊക്കെ ഉള്ളത് വലിയൊരു ഉത്തരവാദിത്ത. ക്രിസ്തുവിനെ നോക്കുന്നവർക്ക് മാത്രമുള്ള ഉത്തരവാദിത്തം എന്നുള്ളത് അവൻ പറഞ്ഞില്ല, നിങ്ങൾ എന്റെ കുരിശെടുത്ത് മുന്നേറ്റ് വരാനുള്ള ഉത്തരവാദിത്ത. അത് ഏറ്റെടുക്കാനായിട്ടുള്ള ചങ്കൂറ്റുണ്ടോ എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ വചനം ഒരേ സമയം ജീവദായകവും നിന്നെ മുറിപ്പെടുത്തുന്നതുവാ. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ, ഈ മനുഷ്യനെ ഏറ്റെടുത്തതുപോലെ, ഈ സാധ്യതയുടെ 31 വർഷത്തിന്റെ സാധ്യത ബാധ്യതയായിട്ട് ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കാൻ, ചില സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പറ്റുമോ? ഇപ്പോൾ ആത്മഹത്യകളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ആത്മഹത്യ ഉണ്ടാവണേ? ചെറിയ ബാധ്യത പോലും ഏറ്റെടുക്കാനായിട്ട് എൻ്റെ മനസ്സിന് പറ്റുന്നില്ല. കനയില്ല, മനസ്സിന് ശക്തിയില്ല സ്നേഹമുള്ളവർ ചില സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു തിരുവചന ഭാഗത്തിന്റെ അതിന്റെ സമാപനത്തിലേക്ക് വരുമ്പോഴൊക്കെ ചില വിശുദ്ധരെയൊക്കെ നമ്മുടെ മാതൃകയാക്കണം. അവർ ചെയ്യണത് എന്താ? അവർ മുഴുവൻ ഇങ്ങനെ ചില ബാധ്യതകൾ ഏറ്റെടുത്ത മനുഷ്യരാ. കുടുംബവും നമ്മുടെ സമൂഹമൊക്കെ നമുക്ക് മുൻപിൽ കുറെ ബാധ്യതകൾ വെച്ച് നീട്ടുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, വീണ്ടും അങ്ങനെ ഒരു അപ്പച്ചനെ ഓർക്കുക. 45 വർഷമായിട്ട് അദ്ദേഹം മാരേജ് ചെയ്തിട്ടില്ല, കല്യാണം കഴിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പൊ എന്ന് വെച്ചാൽ എന്താ പക്ഷെ കല്യാണം കഴിക്കാത്തേ? കാണാൻ വലിയ കുഴപ്പമില്ലാത്ത, സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള, നല്ല പോലെ എന്താ പറയാ ഒരു പ്രൊഫഷനൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. എന്താ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിക്കുക. അപ്പൊ അതിന് അദ്ദേഹം പറയാ, അച്ഛാ എനിക്കൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അച്ഛനെ കാണണമെന്ന് പറയാ. ഞാൻ അവിടെ പോകുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റാതെ ചെറുപ്പത്തിലെ പോളിയോ വന്ന് കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യനാണ്. അതിനുശേഷം ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഇദ്ദേഹം കാരണം എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. കല്യാണത്തിന്റെ സമയത്ത് പലരും ഇങ്ങനെ വരുന്ന കല്യാണ ആലോചനകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവസാനം നോക്കുമ്പോൾ പറയും, ഞാൻ അവരുടെ അടുത്ത് പറയണ കാര്യമുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് 2ാമത്തെ വട്ടം പറയുമ്പോൾ പറയുന്നുണ്ട്, ഈ ഒരു വ്യക്തിയെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതെന്റെ ചേട്ടനാ, വിവാഹം കഴിക്കാൻ പറ്റാത്ത ഉള്ളൊരു ചേട്ടനാ. ഈ ചേട്ടനെ ഏറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കുമെങ്കിൽ നീ എന്റെ ജീവിത പങ്കാളിയായിക്കോ എന്ന് പറയാം. മനുഷ്യൻ പറയാം, അച്ഛൻ ഞാൻ ഇത്രയും വിവാഹാലോചനകൾക്ക് പോയിട്ടാ, ഒരൊറ്റ സ്ത്രീ പോലും മനുഷ്യനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ ഞാൻ ഇനി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണില്ല, എൻ്റെ ചേട്ടൻ മതി എനിക്ക് എന്ന് പറയാം. എൻ്റെ ചേട്ടൻ എനിക്കൊരു ഭാരമല്ല, എൻ്റെ ചേട്ടൻ എനിക്ക് സന്തോഷമാണെന്ന് പറയാം. നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഈ വിവാഹ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് ഒന്നും പോകാൻ തോന്നുന്നില്ലേ? അദ്ദേഹം പറയാ, അതിനേക്കാൾ സന്തോഷം എനിക്ക് ഇത് തരുന്നുണ്ട്, എൻ്റെ ഈ ചേട്ടൻ എനിക്ക് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റെടുക്കുക. അങ്ങനെ വീണ്ടും ഓർക്കുക, ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയപ്പോൾ അവളിങ്ങനെ പറയാം, അച്ഛാ എൻ്റെ ഉള്ളിലെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നൽകിയിട്ടുള്ളത് മന്ദബുദ്ധിയായ ഒരു കുഞ്ഞിനെയാണ്, ഞാനത് അബോട്ട് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ അതിനുശേഷം എനിക്ക് തിരിച്ചുത്തരം പറയാനില്ല, നിനക്ക് ഈശോയോട് ചോദിച്ചിട്ട് തീരുമാനിക്കാന്ന് പറയാം. അതിനുശേഷം അവള് രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുമ്പോൾ ഈശോയോട് പറയാ, എൻ്റെ മോളെ, ഞാൻ ഇത്രയധികം സ്ത്രീകളെ കണ്ടു, പക്ഷെ അവരുടെ ഉള്ളിലേക്കൊക്കെ ഈ കുഞ്ഞുവാവയെ കൊടുത്ത് അവർ നോക്കില്ല. നിനക്ക് തന്ന നീ അത് നന്നായിട്ട് നോക്കുന്ന അറിയുന്നതിന്റെ പേരിൽ ഞാൻ നിനക്ക് തരാന്നുള്ള ഒരു സ്വപ്നം ഈ മകള് കാണുക. ഒരു കാര്യം ഇങ്ങനെ കേൾക്കുക. പിന്നീട് അവൾ തീരുമാനിക്കുക, ഈ കുഞ്ഞുവാവ എത്ര മോശമുള്ള കുട്ടിയാണെങ്കിലും ഞാൻ ജനിപ്പിക്കും. ജനിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മന്ദബുദ്ധിയായ, എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരു കൃപയില്ലാത്തൊരു കുട്ടിയാണ്, മിണ്ടണില്ല, ജീവശവം പോലെ കിടക്കുക. പക്ഷെ ഇവള് പറയാ, ഇതെന്റെ ഈശോയാ, കിടക്കുന്നത് എൻ്റെ ഈശോയാ, ഈശോന് മതി എനിക്ക്. അങ്ങനെ പറഞ്ഞ സ്നേഹമുള്ളവരെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇവളുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദേവാലയത്തിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ചൈതന്യം കിട്ടാണ് ഈ ജീവിത പങ്കാളിയുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും കൂടെ ഒരുമിച്ച് ഇന്ന് ഞാനിങ്ങനെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ചില സാധ്യതകൾ ഏറ്റെടുക്കാൻ പറ്റുമോ? വിശുദ്ധ അൽഫോൻസമ്മ ചെയ്തതുപോലെ ആ പാതിരബിയയ്ക്കൊക്കെ ഇങ്ങനെ ആ പഞ്ചക്ഷതത്തിന്റെ സമയത്തൊക്കെ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസാ. ഓരോ സമയത്തും ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് ഒലിക്കുന്ന സമയത്ത് അദ്ദേഹം പറയണ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നിട്ട് പറയാതെ, ഞാൻ എൻ്റെ ഈശോയെ നോക്കിയപ്പോൾ ഈശോ നൽകിയ വേദനയുടെ സഹനത്തിന്റെ മേഖലയായത് എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ പാതിരബിയ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഈ സന്തോഷത്തിന് കർത്താവ് കൊടുത്ത കൃപയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധിയുടെ പദവിയിലേക്കുള്ളത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഒരു വിശുദ്ധരുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഈശോയെ നോക്കുന്നവരാകാൻ, നമുക്ക് ഒരുമിച്ച് ഈശോയെ നോക്കുന്നവരാകാൻ, ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവർക്കുള്ള സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ആ സഹനങ്ങളിലൂടെ ചില കൃപകൾ കണ്ടെത്താൻ, വിചാരങ്ങൾ അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ അത് പതുക്കെ ഇങ്ങനെ നിർത്തുമ്പോൾ ഒന്ന് മനസ്സിന് പറയണം, ക്രിസ്തുവിനെ നോക്കിയവർക്ക് മുഴുവൻ സഹനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, കുരിശുകളെ ഉണ്ടായിട്ടുള്ളൂ. അത് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അവനെ അനുഗമിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണീർ
കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്കിടയിലേക്ക് കാരുണ്യത്തിന്റെ മാലാഖമാരാകുന്നവർ. ഇതര സംസ്ഥാന തൊഴിലാളി സഹോദരങ്ങൾക്കിടയിൽ സ്നേഹസേവനം ചെയ്യുന്ന ആലുവയിലെ സിസ്റ്റർ റോസ്ലി ജോൺ FCCയും സിസ്റ്റർ ലിറ്റിൽ റോസ് FCCയും തങ്ങളുടെ ശുശ്രൂഷ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിത്യജീവന്റെ പാത ഇന്ന് രാത്രി 8:30.